വളരെ നിസ്സാരമായൊരു ശ്രദ്ധക്കുറവ് മൂലം ഒന്നില്ലെങ്കിൽ നൂക്കാർ ഡീലറുടെ ഭാഗത്തു നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ RT ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ശ്രദ്ധക്കുറവ് മൂലം വാഹനം ഉപയോഗിക്കുന്ന ഒരാൾക്ക് RC ഓണർക്ക് ആ ഒരു വാഹനം സെല്ല് ചെയ്യാൻ നേരത്ത് വരാവുന്ന ഒരു ഡിപ്രിസിയേഷനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. പുതിയൊരു കാർ എടുക്കുന്ന സമയത്ത് നോർമലി നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മളുടെ ഏതാണോ നമ്മളുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ആ അഡ്രസ്സിലേക്ക് നമുക്ക് RC ബുക്ക് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്ത് വരും. അതിൻ്റെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ സൂക്ഷിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒറിജിനൽ തന്നെ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാം. പക്ഷെ അതിനകത്ത് വരുന്ന കാര്യങ്ങളൊന്നും നമ്മളൊരിക്കലും ശ്രദ്ധിച്ച് നോക്കാറില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് പാർട്ടികൾ, അതായത് നൂക്കാർ ഡീലർ അതുപോലെ തന്നെ RT ഓഫീസ്, അവർ രണ്ടുപേരുടെയും ചെറിയൊരു അശ്രദ്ധ മൂലം നമുക്ക് നമ്മളുടെ RC ബുക്കിൽ തെറ്റായിട്ടുള്ള വിവരമാണ് പ്രിൻ്റ് ചെയ്ത് വന്നത്. നമ്മളതൊരിക്കലും ശ്രദ്ധിച്ചിട്ടുമില്ല, നമ്മളത് ഒന്നും നോക്കിയില്ല. കാലങ്ങൾ കഴിഞ്ഞ് നമ്മളെ ഒരു വണ്ടി വിൽക്കാനായിട്ട് ചെന്നിരിക്കുന്നതാണ്. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു മിസ്റ്റേക്ക് വേറൊരാൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ വിലയിലും അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു RC ബുക്കിൽ വണ്ടിയുടെ മന്ത് ഓഫ് മാനുഫാക്ചറിങ് കൊടുത്തിരിക്കുന്നത് ഡിസംബറും ഇയർ ഓഫ് മാനുഫാക്ചറിങ് കൊടുത്തിരിക്കുന്നത് 2012 അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 2012 ഡിസംബറാണ് ഈ ഒരു വണ്ടിയുടെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് എന്നാണ്. പക്ഷേ സെയിം വണ്ടിയുടെ തന്നെ ഷാസി നമ്പറിൽ അത് ഇയർ ഓഫ് മാനുഫാക്ചറിങ്ങിൻ്റെ പഞ്ചിങ് വന്നിരിക്കുന്നത് AD എന്നാണ്. A4 ജനുവരി എന്നും D4 2013 എന്നുള്ളതിനാണ് ഇൻഡിക്കേഷൻ ചെയ്യുന്നത്. പക്ഷേ അത് RC ബുക്കിൽ അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡിസംബർ 2012 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 ഇയർ ബാക്കിലേക്കാണ് വണ്ടി പോയത്. ശരിക്കും വണ്ടിയുടെ മാനുഫാക്ചറുടെ ഫോം 22 പ്രകാരം ആ ഒരു വണ്ടി ജനുവരി 2013 മേക്ക് ചെയ്തൊരു വണ്ടിയാണ്. പക്ഷേ രജിസ്ട്രേഷൻ ചെയ്ത് നമ്മളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് 1 ഇയർ ബാക്കായിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. വണ്ടി വിൽക്കുന്ന നേരത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ 2013 രജിസ്ട്രേഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ RC ബുക്കിൽ നോക്കിയിട്ടുണ്ടാവുക. ഈ പറഞ്ഞ പോലെ തന്നെ എന്നാണ് വണ്ടിയുടെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് എന്നുള്ള കാര്യം മിക്കവരും ശ്രദ്ധിക്കാറില്ല. അപ്പം അങ്ങനെ നമുക്കൊരു മിസ്റ്റേക്ക് വന്നു. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ വണ്ടി വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് വണ്ടിയുടെ വില കുറവ് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സെയിം ഇഷ്യൂ തന്നെ വേറൊരു RC ബുക്കിൽ ഡിസംബർ 2011 ഈ ഒരു വണ്ടിയുടെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് മന്ത് ഓഫ് മാനുഫാക്ചറിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ശ്രദ്ധ ഉള്ളൊരു മനുഷ്യനായതുകൊണ്ട് പുള്ളി അത് റെക്ടിഫൈ ചെയ്തു. ഈ വണ്ടിയുടെ നോക്കൂ, നമ്മുടെ വിൻ പ്ലേറ്റിൽ AC എന്നാണ് മന്ത് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് ഇയർ. A4 നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജനുവരി എന്നും C4 2012 എന്നുള്ളതാണ്. സോ പുള്ളി ആ ഒരു RC ഓണർ അത് റെക്ടിഫൈ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. RC ബുക്കിൽ തന്നെ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മിസ്റ്റേക്ക് പുള്ളി റെക്ടിഫൈ ചെയ്തതിന് ശേഷം അത് RC ബുക്കിൽ തന്നെ ക്ലിയർ ആയിട്ട് RT ഓഫീസിൽ കൊണ്ടുപോയിട്ട് ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് വരുന്നത് 2012 ആണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പുള്ളി അത് RC ബുക്കിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം കണ്ട വണ്ടിയുടെ RC ഓണർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് വണ്ടി വിൽക്കുന്ന ഈ ഒരു സമയം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളതൊന്നും മനസ്സിലാവുന്നത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ മാനുഫാക്ചർ 2013 ഉണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള റെക്കോർഡ് പ്രകാരം വണ്ടി 2012 അപ്പോൾ വണ്ടിയായിട്ട് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുമ്പോൾ ഒരു മിക്ക സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഷോറൂമിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ വണ്ടിയായിട്ട് പരിചയമുള്ള ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2012 മോഡൽ വണ്ടിയുടെ വിലയായിരിക്കും ഈ ഒരു RC ഓണർക്ക് കിട്ടുക. അതായത് ഇപ്പോൾ 2.5 ലക്ഷം രൂപ ഉള്ളൊരു വണ്ടി 13 മോഡൽ വണ്ടി 2.5 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 2012 മോഡൽ വണ്ടിയുടെ വില ചിലപ്പോൾ 2.20 2.30 ആയിരിക്കുള്ളൂ കസ്റ്റമർ കിട്ടുക. അപ്പോൾ ഒരു 20,000 രൂപയ്ക്ക് ആയിരിക്കും നമുക്ക് മോഡൽ ചേഞ്ചിൻ്റെ പേരിൽ ഇയർ ഓഫ് മാനുഫാക്ചറിങ് മാറിപ്പോയതിൻ്റെ പേരിൽ നഷ്ടം വരിക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം RC ബുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എല്ലാ ഡീറ്റെയിൽസ് അതിനകത്ത് പ്രോപ്പറായിട്ട് തന്നെ ഉണ്ടാകുന്നുള്ളത് ചെക്ക് ചെയ്യുക. ചില വണ്ടികളിൽ പെട്രോൾ എന്നുള്ളതിന് വരും ഡീസൽ ഉള്ളതിന് വരും പെട്രോൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി വരാറുണ്ട്. അതുപോലെ തന്നെ വേരിയൻസ് ചിലപ്പോൾ ഹൈലൈൻ വണ്ടിക്ക് ട്രെൻഡ് ലൈൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേരിയൻസ് കാര്യങ്ങളൊക്കെ പക്കയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. പഴയതുപോലെ അത്ര ഈസി അല്ല ഇപ്പം നമ്മളുടെ പരിവാഹൻ വന്നതിന് ശേഷം ഇതുപോലുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പഴയ പോലെ അത്ര ഈസി അല്ലെന്നാണ് നിലവിൽ കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. നേരത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 750 രൂപ 1000 രൂപ ആ ഒരു റേഞ്ചിനുള്ളിൽ ഇങ്ങനെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. ഇൻ കേസ് ഡീലറുടെ സൈഡിൽ നിന്ന് വരുന്ന മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒച്ചപ്പാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്ത്
ഫ്രീ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരേണ്ടതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ലഭിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ നമ്മളുടെ RC ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ആയിട്ടൊന്ന് ഒത്തു നോക്കുക. വേരിയൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫ്യൂവൽ യൂസ് ചെയ്തിരിക്കുന്ന ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് ഏത് ഇയർ ആണെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് ഒത്തു നോക്കുക. ഇല്ലെന്ന് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ നമുക്ക് വണ്ടി വിൽക്കുന്ന നേരത്ത് നമുക്ക് നേരിടേണ്ടി വരും. സോ ബി കെയർഫുൾ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.